ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും മാധവാനുഭവം കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തൃപ്പാദങ്ങളിൽ ഞാൻ അനന്തകോടി നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഭഗവത്ഗീതയുടെ തീർത്ഥയാത്രയുടെ ഭാഗം 3 നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ സ്റ്റോപ്പ് ചെയ്തത് ശ്ലോകം 1. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് യുദ്ധത്തിൻ്റെ 10ാം ദിവസമാണ് ഭീഷ്മ പിതാമഹൻ വീഴുന്നത്. ഭീഷ്മ പിതാമഹൻ്റെ ആ വീഴ്ച ധൃതരാഷ്ട്രർക്ക് വല്ലാത്തൊരാദി ഉണ്ടാക്കി മനസ്സിൽ. അത്രയ്ക്കും അസ്ത്രവിദ്യയിൽ ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് ശക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹനെ എങ്ങനെയാണ് പാണ്ഡവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളിലൂടെയാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നത്. അന്ധനായ ധൃതരാഷ്ട്രരെ കൊണ്ടുദ്ദേശിക്കുന്നത് കണക്കുകൂട്ടലുകൾ തെറ്റിയ ആളുകളെയാണ്. അതിലുള്ളൊരു വാക്കന്നെ കേൾക്കാം. കിം അകൂർവത. അവരാൽ ഇതെങ്ങനെ സാധിച്ചു? അതായത് പാണ്ഡവർക്ക് ഭീഷ്മരെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞത്, അതെങ്ങനെ അവർക്ക് സാധിച്ചു എന്നൊക്കെയാണ് ധൃതരാഷ്ട്രരുടെ ഉള്ളിലുള്ള ആ ആകുലത. അതാണ് സഞ്ജയനോട് ചോദിക്കുന്നത്. ഇതാണ് 1ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. നമ്മളൊക്കെ ഈ ഒരു ചോദ്യം കൊണ്ട് നടക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫെയിലിയർ ആവുന്നത്? എന്തുകൊണ്ടാണ് എന്നെ എല്ലാവർക്കും തോൽപ്പിക്കാൻ കഴിയുന്നത്? എങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. ഇതുതന്നെയാണ് നമ്മളെ ഭഗവത്ഗീതയിലും ഓരോരോ വാക്കുകളിലും നമ്മളെ തന്നെയാണ് കാണേണ്ടത്. വീണ്ടും വീണ്ടും പരാജയപ്പെടാതിരിക്കാനും പരാജയത്തെ മറികടക്കാനും നമ്മൾ ഗീതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗീതയിലെ ആഴത്തിലുള്ള അറിവിനെ നേടാൻ ശ്രമിക്കണം. അങ്ങനെ നേടിയവർ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളിലുണ്ടായാലും നമ്മൾ അതൊന്നും തളരില്ല. നമുക്ക് നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. സഞ്ജയൻ പറയുന്നത് എന്താണ് നോക്കാം. യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസമാണ് നമ്മളുടെ ഭീഷ്മാചാര്യൻ വീണത്. അതിനു മുൻപേ ധൃതരാഷ്ട്രർ ഈ ഒരു ഭീഷ്മാചാര്യർ വീഴുന്നതിന് മുൻപേ ധൃതരാഷ്ട്രർ സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മാനസികമായിട്ട് പാണ്ഡവരെ തളർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് പാണ്ഡവർക്ക് ഭീഷ്മ പിതാമഹനെ ഇങ്ങനെ വീഴ്ത്താൻ കഴിഞ്ഞത് എന്നുള്ളൊരു ആകുലത ധൃതരാഷ്ട്രരുടെ ഉള്ളിലുണ്ട്. ഈ ധൃതരാഷ്ട്രൻ നല്ല എന്താ പറയുക, കൂർമ്മ ബുദ്ധിയോടെ ഉള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സഞ്ജയനെ ധൃതരാഷ്ട്രരെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് പറയാണ്, നമ്മളെ കൗരവ കുലത്തെ തന്നെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ട് നമ്മളെല്ലാവരെയും കുലത്തിനെ വളർത്തിയെടുക്കാൻ പ്രയത്നിച്ച ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. നിങ്ങളെല്ലാവരെയും വളർത്തിയുണ്ടാക്കിയ ആളാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ സാധിക്കുക? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ മാനസികമായി തളർത്തി യുദ്ധം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധൃതരാഷ്ട്ര സഞ്ജയനെ പറഞ്ഞയച്ചത്. ധൃതരാഷ്ട്രർ മനസ്സിലുള്ളൊരു പേടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ യുദ്ധത്തിൽ അർജുനൻ്റെ തേരാളിയായി വരുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന്റെ ഗൈഡൻസിലൂടെയാണ് അർജുനൻ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ആ ആകുലതയ്ക്ക് കാരണം. ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ തളർത്തുന്നത് ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു സഞ്ജയനോട് പറയാണ്, അർഹതപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാതെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ യുദ്ധം തീരുമാനിച്ചു, ഇനി നമുക്ക് യുദ്ധഭൂമിയിൽ വെച്ച് കാണാം. ഇങ്ങനെ അർജുനൻ സഞ്ജയനോട് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ അർജുനനെ നോക്കിയപ്പോൾ അർജുനൻ ആകെ
മാനസികമായി തളർന്ന് വളരെ ദുഃഖത്തോടെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അർജുനൻ്റെ മനസ്സിലപ്പോൾ പലതരത്തിലുള്ള ചിന്തകളിലൂടെയാണ് പോകുന്നത്. ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്ത എൻ്റെ മുതുമുത്തച്ഛനായിട്ടുള്ള പിതാമഹനെ ഞാൻ എങ്ങനെയാണ് യുദ്ധത്തിൽ തോൽപ്പിക്കുക, വധിക്കുക? അപ്പോൾ മറ്റുള്ളവരെന്താണ് എന്നെക്കുറിച്ച് പറയുക? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളിലൂടെയാണ് അർജുനന് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഈ ഇങ്ങനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഇതൊക്കെ ആയാലും ഭഗവാൻ അർജുനനെ ഉപദേശിച്ചിട്ട്, അതായത് ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ വീഴ്ത്തി എന്നു ധൃതരാഷ്ട്രർ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഈ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അർജുനൻ എങ്ങനെയാണ് സാധിച്ചത്? അത്രയ്ക്കും തന്ത്രശാലിയും അസ്ത്രവിദ്യയിൽ നിപുണനുമായ ഈ ഭീഷ്മ പിതാമഹനെ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ വധിക്കാൻ കഴിഞ്ഞത്? ഇത് എന്ന ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ധൃതരാഷ്ട്രക്ക്. എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയാണ് ഗീതയുടെ ഓരോ യാത്ര നമ്മൾ തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും ആത്മബലം ഉണ്ടാവാനും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും ഗീത പഠിക്കുക എന്ന് മാത്രമാണ് ജീവിതം വിജയത്തിലെത്തിക്കാനുള്ളൊരു മാർഗം. ഇതുവരെ നമ്മളാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഗീതയെക്കുറിച്ച് പഠിക്കാനോ അതിലുള്ള ആഴത്തിലുള്ള അറിവിനെക്കുറിച്ച് അറിയാനോ ഒന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇനി മുതലെങ്കിലും നമ്മൾ ഗീത പഠിച്ചു തുടങ്ങുക. നമ്മളുടെ മനസ്സിന് ശക്തിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവുകളും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അർജുനൻ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് വിജയിച്ച പോലെ നമുക്കും ജീവിതത്തിൽ വിജയിച്ചു മുന്നേറാം. ഗീതയുടെ 2ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് കൊടുത്ത മറുപടിയാണ് ഇത്. സഞ്ജയൻ എങ്ങനെയാണ് ഇതിന് ഉത്തരം കൊടുത്തതെന്ന് നോക്കുക. നമ്മൾ വേണമെങ്കിൽ സഞ്ജയന് ധൃതരാഷ്ട്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കാമായിരുന്നു. അതായത് നിങ്ങൾ കാരണമാണ് ഭീഷ്മ പിതാമഹൻ വീണത്, ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി ധൃതരാഷ്ട്രയെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ സഞ്ജയന് സംസാരിക്കാം. അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്തെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക. ചിലരൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാൻ, ഞാൻ വളരെ ഓപ്പണാണ്, ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണെന്നൊക്കെ നമ്മൾ ഓരോരോ ആളുകളും പറയുന്നത് കേൾക്കാം. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ വേദന അവർ നമ്മളിൽ നിന്നൊക്കെ അകലാനുള്ളൊരു കാരണമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഓരോരോ വാക്കുകളിലും നമ്മൾക്ക് ഭഗവത്ഗീത ഓരോരോ ഉപദേശങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ്, അത് നമ്മളെ ഓരോ ബന്ധങ്ങളും തകരാൻ ഇതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ മറ്റുള്ളവരോട് എപ്പോഴും നമ്മൾ വിനയത്തോടെ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ആരോടും എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ അതൊക്കെ വിനയത്തോടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് ഈ ഭഗവത്ഗീതയിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോരോ പാഠങ്ങൾ നമ്മൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തെറ്റുകളും സംഭവിക്കൂല, അതുപോലെ ഒരാൾ തളർന്നും പോവില്ല. എപ്പോഴും അവർ വിജയത്തിലേക്ക് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ജയൻ ഒരിക്കലും ധൃതരാഷ്ട്രയെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കാണുക. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം, അതായത് പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ടാണ്
പുത്രനായ ദുര്യോധനൻ. അപ്പോൾ അതിൽ ചെറിയൊരു പരിഹാസം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ധൃതരാഷ്ട്രയുടെ പുത്രനായ ദുര്യോധനൻ രാജ്യം ഭരിക്കുന്നത് ധൃതരാഷ്ട്രർ ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിയൊക്കെ ദുര്യോധനൻ്റെയാണ്. അപ്പോൾ അതൊരു ചെറിയ പരിഹാസത്തോടെ തന്നെയാണ് സഞ്ജയൻ പറയുന്നത്. രാജാവല്ലാത്ത ദുര്യോധനനെയാണ് രാജാവചനം അബ്രവീത് എന്ന് പറയുന്നത്. രാജാവ് അല്ലാതിരുന്നിട്ട് രാജാവായ ദുര്യോധനൻ എന്നൊരു ചെറിയ പരിഹാസത്തോടെയാണ് പറയുന്നത്. പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടിട്ടാണ് ആചാര്യൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് ഓരോ വ്യക്തിയുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ആർക്കാണോ വിനയമില്ലാത്തത്, ആർക്കാണോ മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാൻ മനസ്സില്ലാത്തത്, അത്തരം ആളുകളൊക്കെ പരാജിതരായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാണ്ഡവരെ കണ്ടിട്ടാണ് ദുര്യോധനൻ അവരിൽ നിന്നൊന്നും പഠിക്കാതെ അവരെ കണ്ടിട്ട് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആചാര്യൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോഴും അവരുടെ മനസ്സിലൊക്കെ എന്തോ ഒരു ഭയമുണ്ട്. ആ ഒരു ഭയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിൽ നമുക്ക് 3-ാമത്തെ ശ്ലോകം ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഗീതയുടെ ഓരോരോ കാര്യങ്ങൾ, ഗീത പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇടയിലുള്ള ആളുകൾ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗീതാ പുസ്തകം എടുത്തിട്ട് വേണം നമ്മളുടെ ശ്ലോകങ്ങളൊക്കെ കൂടെ വായിക്കാൻ. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കെല്ലാവർക്കും കാണാം. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ, എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ജയ ശ്രീ. രാധേ രാധേ.